ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ആര് റൂമിലെത്തി ഫ്രഷായി താഴേക്ക് പോയി. വന്നവരെ ഫേസ് ചെയ്യാൻ മടിച്ച് ആര് നടുമുറ്റത്തെ ആർട്ടിഫിഷ്യൽ താമരക്കുളത്തേക്ക് നോക്കിയിരുന്നു. നിനക്ക് എന്താ അരിശി പറ്റിയേ? അവരാ ചെകുത്താനെ പറ്റി പറഞ്ഞപ്പോൾ നിനക്ക് മിണ്ടാതെ നിന്നാൽ മതിയായിരുന്നില്ലേ? ഇതൊന്നും പോരാണ്ട് നീ സ്കൂൾ വെച്ച് ആ ചെകുത്താനെ തള്ളു മാറ്റിയതിന് പകരം എന്താ ചെയ്തത്? ഇതൊന്നും അത്ര നല്ലതല്ലേ? ആര് തന്നോട് തന്നെ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. ആഹാ, ഇവിടെ വന്നിരിക്കുകയാണോ? കാപ്പി കുടിക്കണ്ടായോ? അങ്ങോട്ട് വന്ന സീത ആരുവിനെ കണ്ട് ചോദിച്ചു. എനിക്കിപ്പോൾ വേണ്ട സീതമ്മേ. അല്ല, അമ്മയുടെ വീട്ടുകാർ വെറുതെ വന്നതാണോ? നാളെ ക്ഷേത്രത്തിൽ പൂജയല്ലേ, അതിന് വന്നതാ. ഇനി ഉത്സവം കഴിഞ്ഞിട്ടേ പോകൂ. സീത പറഞ്ഞപ്പോഴാണ് ആ കാര്യത്തെക്കുറിച്ച് ആരും ആലോചിക്കുന്നത് തന്നെ. നാളത്തെ പൂജ കഴിഞ്ഞാൽ അടുത്ത ദിവസമാണ് ഈ നാട്ടിലെ ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിക്കുന്നത്. എല്ലാ പ്രാവശ്യവും പൂജയും ഉത്സവമെല്ലാം നടത്തുന്നത് ചന്ദ്രോത്ത് കോവിലത്തുള്ളവരാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമായതുകൊണ്ട് തന്നെ നാടാകെ ഉത്സവത്തിനുള്ള കാത്തിരിപ്പിലാണ്. ആരുവിനൊന്നും പറയാതെ സീതയുടെ കൂടെ കിച്ചണിലേക്ക് പോയി. അർജുന്റെ പെരുമാറ്റം ആരുവിന് വലിയ ഇഷ്ടമായില്ലെങ്കിലും അവൾ പുറമെ കാണിക്കാതെ നിന്നു. മഹി വന്നപ്പോൾ ഒത്തിരി വൈകിയെങ്കിലും വന്ന അതിഥികളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ അവരെ മൈൻഡ് ചെയ്യാതെ വന്നപാട് റൂമിലേക്ക് പോയതും വിശ്വനാഥന്റെ മുഖം ഇരുണ്ടു. പൂജയായതുകൊണ്ട് അത്യാവശ്യം ബന്ധുക്കളൊക്കെ കോവിലകത്തേക്ക് വന്നതുകൊണ്ട് അന്ന് ആരുവിനോട് ലീവ് എടുക്കാൻ എന്തു പറഞ്ഞതും ആരും അനുസരിച്ചു. വൈകിട്ട് എല്ലാവരും ക്ഷേത്രത്തിൽ പോയതും ഡേറ്റ് എടുത്തത് കൊണ്ട് ആരും മാത്രം പോയില്ല. റൂമിലിരുന്ന് പതിവില്ലാതെ പെയ്യുന്ന മഴയിൽ കണ്ണുനട്ടിരിക്കുകയായിരുന്നു ആരു. പെട്ടെന്ന് കോളിമ്പയിൽ കിടന്നും ആരുവിൻ്റെ മുഖം ചുളിഞ്ഞു. സമയം 7 ആയതുകൊണ്ട് തന്നെ മഹിയല്ല നമ്മൾക്ക് ഉറപ്പായിരുന്നു. ക്ഷേത്രത്തിൽ പോയവരും വരാൻ വൈകുന്ന അറിയാവുന്നത് കൊണ്ട് ആര് താഴേക്ക് പോകാൻ മടിച്ചു. വീണ്ടും വീണ്ടും കോളിമ്പെല്ല് മുടങ്ങാൻ തുടങ്ങിയതും ആര് താഴേക്ക് പോയി. ആരാ? കീ ഹോളിലൂടെ പുറത്തേക്ക് നോക്കിയിട്ടും ആളെ കാണാത്തത് കൊണ്ട് ആര് ചോദിച്ചു. അരിശി, ഇത് ഞാനാ, അർജുൻ. താൻ ഈ വാതിലും തുറന്നേ. പൂജയ്ക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ഇന്ദുവാൻ്റെ പൂജാമുറിന്ന് എടുക്കാൻ മറന്നുപോയി. അർജുൻ പറഞ്ഞു കേട്ട് ആരൊന്നും മടിച്ചുവെങ്കിലും പിന്നെ കഥക് തുറന്നതും കാണുന്നത് പകുതി നനഞ്ഞു നിൽക്കുന്ന അർജുനെയായിരുന്നു. അർജുൻ്റെ കണ്ണുകൾ ആരുവിലായിരുന്നു. പച്ചയും മെറൂണും കൂടിയ ഒരു ധാവണിയാണ് ആരുവിൻ്റെ വേഷം. മുടി മുടഞ്ഞ് പിന്നിലേക്ക് ഇട്ടിട്ടുണ്ട്. നെറ്റിയിൽ ഭസ്മക്കുറിയും സീമന്തരേഖയിൽ ചുവന്ന് കിടക്കുന്ന സിന്ദൂരവും അവളെ കൂടുതൽ സുന്ദരിയാക്കും പോലെ തോന്നി അർജുന്. ആരുഷി, ഒരു തോർത്തെടുത്ത് കൊണ്ടുതരുമോ? തലയാകെ നനഞ്ഞിരിക്കാം. പ്രയാസപ്പെട്ട ആരുവിൽ നിന്ന് കണ്ണുകൾ മാറ്റി അർജുൻ മുടിയിലെ വെള്ളം തട്ടിക്കളഞ്ഞുകൊണ്ട് പറഞ്ഞതും ആര് തലയാട്ടി വേഗം പോയി ഒരു തോർത്ത് കൊണ്ടുവന്നു. ദാ. ആര് തോർത്ത് അർജുന് നേരെ നീട്ടിയതും അർജുൻ പതിയെ അറിയാത്ത രീതിയിൽ ആരുവിൻ്റെ കയ്യിലൊന്നും തലോടി ആ തോർത്ത് വാങ്ങിയതും അവനെ ഒന്ന് രൂക്ഷമായി നോക്കി ആര് വേഗം കൈ പിൻവലിച്ച് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും അർജുൻ്റെ കൈകൾ അതിനു മുമ്പായി ആരുവിൻ്റെ വലത് കൈയിൽ മുറുകിയതും ആര് തിരിഞ്ഞ് അവനെ നോക്കി. കൈയെടുക്ക്. വല്ലാത്തൊരു ചിരിയോടെ തൻ്റെ കൈ പിടിച്ച് നിൽക്കുന്ന അർജുനെ നോക്കി ആരു പറഞ്ഞു. ആരുഷി, ആരും അറിയില്ല. നീ വാ, ഈ രാത്രി നമുക്ക് ആഘോഷിക്കാം. ആരുവിൻ്റെ കയ്യിൽ പിടിച്ച് വഷളൻ ചിരിയോട് അർജുൻ പറഞ്ഞതും ആരുവിൻ്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നു. കൈയെടുക്കണം നായെ. ആരു ദേഷ്യത്തിൽ തന്നെ കൈ വലിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ആരുഷി, വല്ലാതെ ബലം പിടിക്കണ്ട. ഞാനുമായിട്ട് സഹകരിക്കുന്നതാവും നിനക്ക് നല്ലത്. ഒത്തിരി കൊതിച്ചു പോയി നിന്നെ. ഏതായാലും വിട്ടുകളെ ഞാൻ ഒരുക്കല്ല. അതുകൊണ്ട് വാശി പിടിക്കാതിരിക്കുന്നതാകും നല്ലത്. പിന്നെ ഈ മഴയെ താരിങ്ങോട്ട് ഓടി വരില്ല അരുഷി. ആരുവിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ച് അവളെ വലിച്ച് തന്നോട് ചേർത്തുകൊണ്ട് അർജുൻ പറഞ്ഞതും ആരവനെ തള്ളിമാരി റൂമിലേക്ക് ഓടാൻ നിന്നു. ആ സമയം അർജുൻ അവളെ ആരുവിൻ്റെ ധാവനശീലയിൽ പിടിച്ചു വലിച്ച് അർജുൻ്റെ കൈകളിലാക്കിയിരുന്നു. കൊതിച്ചതെല്ലാം ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ട് അരിശി. നിന്നെയും ഞാൻ സ്വന്തമാക്കും. ധാവണശീല നിലത്തിട്ട് മുകളിലേക്ക് ഓടാൻ ശ്രമിച്ച ആരുവിൻ്റെ പിറകെ പോയി അവളെ കടന്നു പിടിച്ചുകൊണ്ട് അർജുൻ പറഞ്ഞു. എന്നെ വിടാൻ പ്ലീസ്. ആരവൻ്റെ കയ്യിൽ കിടന്ന് കുതിരിക്കൊണ്ട് പറഞ്ഞു. എന്തിനാ അരുഷി ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ നിന്നെ സ്നേഹിക്കത്തേ ഉള്ളൂ. അതും പറഞ്ഞ അർജുൻ ആര്യൻ്റെ ചുണ്ടുകൾ ലക്ഷ്യം വെച്ച് അവളിലേക്ക് മുഖമടുപ്പിച്ചതും ആര് സർവ്വശക്തിയും എടുത്ത് അർജുനെ തള്ളി മാറ്റി മെയിൻ ഡോർ ലക്ഷ്യം വെച്ച് മുന്നോട്ട് ഓടിയതും ഇത്രയും മുന്നോട്ട് ഓടിയതും പെട്ടെന്നാണ് ആരുടെ നെഞ്ചിലായി ആരിടിച്ചു നിന്നത്. മുഖമുയർത്താതെ തന്നെ ആളെ മനസ്സിലായതും ആരുവിൽ ആശ്വാസവും സങ്കടവും നിറഞ്ഞു. മഹിയെ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർന്ന് നിന്ന് ആ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി ആരു. ആരുവിൻ്റെ കോലവും തൻ്റെ ശരീരത്തിൽ ചേർന്ന് അവളുടെ ശരീരത്തിൻ്റെ വിറയിലും കണ്ട് മാഹിയുടെ മുഖം ചുളുങ്ങി.
തൻ്റെ ഉള്ളിലേക്ക് തുളഞ്ഞു കയറിയ ആരുവിന്റെ വേഗത്തിലുള്ള ഹൃദയമിടിപ്പിൽ നിന്നും അവളുടെ പേടി എത്രയാണെന്ന് മഹിക്കും മനസ്സിലായതും ആശ്വസിപ്പിക്കാനെന്നവണ്ണം അവന്റെ കൈകൾ അവളുടെ പുറത്തും തലയിലും തലോടാൻ തുടങ്ങിയതും ആരു തേങ്ങിക്കൊണ്ട് അവനോട് ചേർന്ന് നിന്നു. എന്നാൽ ആരുവിന് പിറകെ അങ്ങോട്ട് ഓടി വന്ന അർജുൻ ആരുവിനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന മഹിയെ കണ്ടു ഭയന്നു. മഹിയുടെ തീപാർന്ന നോട്ടം തന്നിലാണെന്ന് അറിഞ്ഞതും അർജുന്റെ ശരീരം വിറച്ചു. അർജുനെ കാണുന്തോറും മഹിയുടെ മുഖം കൂടുതൽ വന്യമായി. തന്റെ നെഞ്ചിൽ പറ്റി നിൽക്കുന്ന ആരുവിന് മഹി തന്റെ നെഞ്ചിൽ നിന്നും മടത്തി മാറ്റി ഷർട്ടിന്റെ കൈ തൊരുത്ത് കയറ്റി മീശ പിരിച്ചു വെച്ച് ഉടുത്തിരുന്ന മുണ്ടും മടക്കി കുത്തി കയ്യിൽ ഇടിവിള കയറ്റിയിട്ട് അർജുന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ ശരിക്കും ആ നിമിഷം അവനോട് ചെകുത്താനായിരുന്നു. മഹി, ഞാൻ ആ മഹിയുടെ ഭാവം കണ്ട് അർജുൻ പേടിയോടെ പറയാൻ വന്നതും അതിനു മുമ്പായി മഹിയുടെ വലതുകാൽ ശക്തിയിൽ അർജുനെ നെഞ്ചിൽ പതിഞ്ഞതും അവൻ തെറിച്ച് നിലത്തേക്ക് പോണു. പൊന്ന പുന്നാര മോനെ, എന്ത് ധൈര്യത്തിലാണ് ആ നാറി നീ കുടുംബത്തിൽ കയറി കാളിക്കാൻ നോക്കിയത്? മഹി ദേഷ്യത്തിൽ അതും പറഞ്ഞ അർജുന്റെ ഷർട്ടിന്റെ കോളറിൽ പൊക്കി പിടിച്ച് വലത് കൈ മുഷി ചുരുട്ടി അവന്റെ മൂക്കിനിട്ട് ആഞ്ഞൊരു പഞ്ച് വെച്ച് കൊടുത്തു. വേണ്ട, ആ വേണ്ട വേണ്ട മഹി. അർജുൻ വേദനയോടെ മൂക്ക് പൊത്തി പിടിച്ചതും കയ്യിലൂടെ ഒലിച്ചിറങ്ങുന്ന രക്തം കണ്ട അർജുൻ പേടിയോടെ മഹിയോട് പറഞ്ഞുവെങ്കിലും മഹി അത് കേൾക്കാത്ത പോലെ തന്റെ ദേഷ്യം മുഴുവൻ അർജുനെ എടുത്തിട്ട് അടിച്ചു തീർത്തു. ഇനി നിന്നെ ഈ ഭാഗത്ത് കണ്ട വെട്ടിയതീ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. നെറ്റിയിലെ വിയർപ്പൊപ്പി നിലത്തൊന്ന് അനങ്ങാൻ പോലും പറ്റാതെ കിടക്കുന്ന അർജുനെ നോക്കി താക്കിയതുപോലെ പറഞ്ഞ് സെറ്റിയിൽ കിടന്ന ആരുവിന്റെ ധാവണി ശീലയും എടുത്ത് പേടിച്ച് വിറച്ച് നിൽക്കുന്ന ആരുവിന്റെ അടുത്തേക്ക് നടന്നു. വാ. ധാവണശീല ആരുവിന്റെ തോളിലൂടെ ഇട്ട് കൊടുത്ത് ആരുവിനെ ചേർത്ത് പിടിച്ച് മുകളിലേക്ക് നടന്നു. എതിർക്കുക പോലും ചെയ്യാതെ മഹിയുടെ കൈക്കുള്ളിൽ അവനെ നെഞ്ചോട് ചേർന്ന് മഹിയുടെ ഷർട്ടിൽ തൊരുത്ത് പിടിച്ച് മുകളിലേക്ക് നടന്നുമ്പോൾ മഹി വന്നില്ലെങ്കിലുള്ള അവസ്ഥയാലോചിച്ചതും ആരുവിന്റെ ദേഹം ഒന്ന് വിറച്ചു. എത്രയൊക്കെ തെമ്മാടിയാണെങ്കിലും ഈ നെഞ്ചിൽ താൻ സുരക്ഷിതയാണെന്ന് ആരുവിന് തോന്നി. ആരൊന്നുകൂടെ മഹിയോട് ചേർന്ന് നിന്നതും വിയർപ്പിന്റെയും പെർഫ്യൂംസിന്റെയും മദ്യത്തിന്റെയും രൂക്ഷഗന്ധം ആരുവിന്റെ നാസികയിലേക്ക് തുളഞ്ഞു കയറി. താങ്ക്സ്. റൂമിലെത്തിയതും മഹി ആരുവിനെ വിട്ട് ഷർട്ടിന്റെ ബട്ടൺ സൂര്യവെച്ചിട്ട് സ്റ്റാൻഡിൽ വിരിച്ചിട്ടതും ആരും മഹിയുടെ അടുത്തേക്ക് വന്ന് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അവളുടെ ഒരു താങ്ക്സ് ഒറ്റ കയറി വെച്ചിരിക്കുക വേണ്ടത്. നിന്നോട് ആരടി ഒറ്റയ്ക്ക് വീട്ടിലിരിക്കാൻ പറഞ്ഞത്? മാഹി ആരുവിന് നേരെ തിരിഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞതും ആരൊന്നും മിണ്ടാത്ത തലതായി. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. എൻ്റെ അടുത്ത് ഭദ്രകാളി കണക്കെ ഉറഞ്ഞിട്ടുള്ള മാത്രമേ നിനക്ക് അറിയൂ. മഹി ആരുവിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം അങ്ങനെയൊക്കെ പറഞ്ഞതാണെങ്കിലും ആരുവിന്റെ തേങ്ങൽ കേട്ട് ശരിക്കും അവൻ ഞെട്ടിപ്പോയി. എന്തിനാരിച്ച് നീ കരയുന്നത്? എന്തിനും പറ്റി നിനക്ക്? ആരുവിന്റെ മുഖം കൈക്കുമ്പിളിലെടുത്ത് മഹി ചോദിച്ചതും ആരും ഇല്ലെന്ന് തലയാട്ടി മഹിയുടെ കൈകൾ തട്ടിമാറ്റി ആരു ബെഡിൽ പോയി മുഖം മുത്തിയിരുന്ന് കരയാൻ തുടങ്ങിയതും മഹി തലയും ചൊരിഞ്ഞ് ആരുവിന്റെ അടുത്തേക്ക് പോയിരുന്നു. ആരുഷി. മാഹി പതി ആരുവിന്റെ ഷോൾഡറിൽ കൈവച്ച് വിളിച്ചതും ആര് ഷോൾഡർ കൊണ്ട് തന്നെ മഹിയുടെ കൈകൾ തട്ടി മാറ്റിയതും മഹി അവളെ ചേർത്ത് പിടിച്ചു. ആരുഷി, ഞാനപ്പോഴത്തെ ദേഷ്യത്തിന് വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ സ്ഥാനത്ത് ആരായാലും ആ സമയം എന്ത് ചെയ്യണമെന്ന് അറിയാതെ പേടിച്ചു പോകും. അപ്പൊ ആശ്വസിക്കാൻ വേണ്ടത് നിങ്ങൾ എന്താ ചെയ്ത് എന്നോട് ദേഷ്യപ്പെടുകയല്ലേ ചെയ്തത്? താൻ ശരിക്കും കണ്ണു ചോരലത്ത് ചെയ്താൻ തന്നെയാണ്. ആര് തന്നെ ചേർത്ത് പിടിച്ച മഹിയുടെ കൈകൾക്കുള്ളിൽ കിടന്ന മുഖം പൊത്തി തേങ്ങിക്കൊണ്ട് പറഞ്ഞു. ആരുഷി, സോറി, ഞാനപ്പോഴത്തെ ദേഷ്യത്തിന് അറിയാതെ പറഞ്ഞതാണ്. പോരാതിന് സീതപ്പിച്ച് വിളിച്ച് നീ ഇവിടെ തനിച്ചാണെന്ന് പറഞ്ഞപ്പോൾ നിന്നെ ഇവിടെ ഒറ്റക്കാക്കിയ ദേഷ്യവും എല്ലാം കൊണ്ട് അറിയാതെ പറ്റിയതാണ്. മാഹി തന്റെ കൈകൾക്കുള്ളിൽ കിടന്ന് കുതിർന്ന് ആരുവിനെ മുറുകെ പിടിച്ച് അടക്കി നിർത്തിക്കൊണ്ട് പറഞ്ഞു. ഞാൻ അപ്പോഴത്തെ സങ്കടത്തിൽ പറഞ്ഞതാ, അല്ലാതെ താൻ ആശിപ്പിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. അതുകൊണ്ട് കൈയെടുത്ത് മാറിയിരിക്കണ ചെകുത്താനെ. മഹിയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ആരു പറഞ്ഞു. പെട്ടെന്ന് ആരുവിന്റെ ഭാവം മാറിയത് കണ്ട് മഹി അതിശയിച്ചു പോയി. ആ പെട്ടെന്ന് ആരുവിന് നഗ്നമായ വയറിൽ അമർത്തി പിച്ച് കിട്ടിയതും ആരു എരിവലിച്ച് ഒച്ച വെച്ച് പോയി. ഇനി മേലാൽ എന്നെ ചെകുത്താനെന്ന് വിളിച്ചാലുണ്ടല്ലോ. മഹി ആരുവിനെ ദേഷ്യം നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ വിളിക്കും, തനിക്ക് പറ്റിയ പേര് അത് തന്നെയാ, ചെകുത്താൻ. ആരു മാഹി പിച്ചെടുത്തായി അമർത്തി ഒടിഞ്ഞുകൊണ്ട് പറഞ്ഞു. നിന്റെ വയസ്സിന് മൂത്തതല്ല ഞാൻ, അതുകൊണ്ട് മാഹിയേട്ടാന്ന് മര്യാദയ്ക്ക് വിളിച്ചോണം. ആരുവിനെ നോക്കി മഹി ഗൗരവത്തിൽ പറഞ്ഞു. അയ്യടാ, എന്റെ പാട്ടി വിളിക്കും തന്നെ, അങ്ങനെ വിളിക്കാൻ പറ്റിയൊരു സാധനം. അവസാനം മാഹി കേൾക്കാൻ ആരും പതിയെ പെറുപിറുത്തതാണെങ്കിലും മാഹി അത് വ്യക്തമായി കേട്ടിരുന്നു. എന്താടി എനിക്കൊരു കുഴപ്പം? മാഹി ആരുവിന്റെ വയറിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലാതൊരാള്, കുഴപ്പം തന്നെയുള്ളൂ. ഇപ്പൊ തന്നെ മദ്യമാണെന്നൊരു വയ്യ. താനൊന്നും മനുഷ്യനല്ല, താനക്ക് പറ്റിയ പേര് ചെകുത്താൻ തന്നെയാണ്.
ആരും മഹിയെ നോക്കി കെറുവോടെ പറഞ്ഞതും മഹിയുടെ മൂക്കിൽ തുമ്പ് ദേഷ്യം കൊണ്ട് ചുവന്നു. ഇനിമേലും അങ്ങനെ നീ വിളിച്ചാലുണ്ടല്ലോ, വിളിച്ച താൻ എന്തോ ചെയ്യും? ഞാൻ ഇനിയും വിളിക്കും. താൻ ചെവി തോന്ന് കേട്ടോടാ ചെകു. ആരു വാശിയോടെ പറഞ്ഞ് മഹിയെ വിളിച്ച് തീരും മുമ്പായി മഹി ആരുവിനെ വരിഞ്ഞു മുറുക്കി നെഞ്ചിലേക്ക് ചേർത്ത് ആരുവിന്റെ ചുവന്നെടുത്ത അതരങ്ങളെ കടിച്ചെടുത്ത് വായ്ക്കുള്ളിലാക്കിയിരുന്നു. മഹിയുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ പകച്ചുപോയ ആരു മഹിയുടെ നഗ്നമായ തോളിൽ നെഞ്ചിലുമായി അള്ളിപ്പിടിച്ചു. ചുംബനത്തിനിടയ്ക്ക് എപ്പോഴും ആരുവിന്റെ തോളിലിട്ടിരുന്ന ധാവണശീല അവളിൽ നിന്നും മടന്നു മാറിയത് ആരു പോലും അറിഞ്ഞില്ല. കൂമ്പിയടഞ്ഞ മിഴികളോടെ അവൻ വ്യതിയായി ആരു നിന്നു. അവളും ആ ചുംബനം ആസ്വദിച്ചു.